ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഫൈൻഡിങ് ദ റൂട്ട് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫൈൻഡിങ് ദ റൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള SCERT പോർഷൻ, ഏത് SCERT ടെക്സ്റ്റിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? നോക്കിക്കോ. എടാ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. നമുക്ക് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ SCERT 10ാം ക്ലാസ്സിൽ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബോക്സ് ആദ്യം നോക്കാം. ടാറ്റ ഇരുമ്പുരുക്ക് ശാല ടിസ്കോ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പറയുന്നുണ്ട്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ് ഏതെന്ന് പറയുന്നത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ എന്ന് പറയുന്നത്. ഓക്കെ. എടാ, രണ്ടാമത്തെ ബോക്സിൽ പറയുന്നത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോയെ കുറിച്ചാണ്. പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിലെല്ലാം ഇത് കാണുന്നു. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ എന്ന് പറയുന്നത്. എടാ, അപ്പോൾ ടിസ്കോ എന്ന് പറയുന്നത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. ജംഷഡ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. അടുത്ത് പറയുന്നത് ഇസ്കോയാണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണിത്. അടുത്ത് പറയുന്നത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് VISL ആണ്. കർണാടകയിലെ ഭദ്രാവതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഓക്കെ. അടുത്ത് പറയുന്നത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു അല്ലെങ്കിൽ സ്ഥാപിച്ചു. ഇത് പഠിച്ചു വെച്ചോ. അപ്പോൾ ഭിലായി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. 1959 റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിലവിൽ വന്നു. പഠിച്ചു വെച്ചോ. ഭിലായി ഛത്തീസ്ഗഡിലാണ്. 1959 നിലവിൽ വന്നു റഷ്യയുടെ സഹായത്തോടെ. അടുത്ത് പറയുന്നത് റൂർക്കേലയാണ്. ശ്രദ്ധിച്ചോ, റൂർക്കേല. ഇതും PSC ചോദിക്കുന്നതാണ്. റൂർക്കേല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. 1959 തന്നെയാണ് റൂർക്കേലയും വരുന്നത്. സഹായം കൊടുത്ത രാജ്യം ജർമ്മനി. അപ്പോൾ റൂർക്കേല ഒഡീഷയിലാണ്. 1959 നിലവിൽ വന്നു. ആര് സഹായം നൽകി? ജർമ്മനി സഹായം നൽകി. അടുത്ത് പറയുന്നത് ദുർഗാപൂർ ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. 1962 വന്നു. ആരുടെ സാമ്പത്തിക സഹായം? UK സാമ്പത്തിക സഹായത്തോടെ 1962 നിലവിൽ വന്നു. അടുത്ത് പറയുന്നത് ബൊക്കാറോ ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അല്ലെങ്കിൽ ബൊക്കാറോ എവിടെയാണത്? ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ചതാണ് ഏതെന്ന് പറയുന്നത് ബൊക്കാറോ. എടാ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഈ പറയുന്ന 4 സാധനങ്ങളാണ്. നോക്കിക്കേ. ഭിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. 1959 റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ ഭിലായി നിലവിൽ വരുന്നു. അടുത്ത് പറയുന്നത് റൂർക്കേലയാണ്. റൂർക്കേല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. 1959 നിലവിൽ വന്നു. സഹായം കൊടുത്തത് ആരാണ്? ജർമ്മനിയാണ്. അടുത്ത് പറയുന്നു ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലാണ്. 1962 നിലവിൽ വന്നു. സഹായം നൽകിയത് ആരാണ്? UK ആണ്. അടുത്തത് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിലവിൽ വന്നു. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ പശ്ചിമ ബംഗാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
എടാ അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുള്ള SCERT പോർഷൻ ഏതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്